നമ്മുടെ നാട്ടിലെ യുവതലമുറ ഇവിടെ പഠിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിദേശത്ത് പഠിച്ചു വളർന്ന് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ വന്ന് ഒരു സംരംഭം ആരംഭിച്ച അജ്മൽ അബ്ദുൽ സലാമിനെയും അദ്ദേഹത്തിന്റെ സംരംഭമായ റാസി എനർജി അസോസിയേറ്റ്സിനെയുമാണ് ഇന്ന് നമ്മൾ ബിസ് സ്റ്റോറീസിലൂടെ പരിചയപ്പെടുത്തുന്നത്. ബിസ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് അജ്മലിനെ സ്വാഗതം ചെയ്യാം. അജ്മൽ, വെൽക്കം ടു ബിസ് സ്റ്റോറീസ്. താങ്ക് യു. അതായത് അജ്മലിന്റെ ബിസിനസ് സോളാർ എനർജി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് അജ്മലിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. അജ്മൽ പഠിച്ചതൊക്കെ വിദേശത്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അജ്മലിൻ്റെ തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ജനിച്ചത് വിദേശത്ത് തന്നെ ആയിരുന്നു? അതെ, അപ്പോൾ ഞാൻ ജനിച്ചത് വിദേശത്തായിരുന്നില്ല, നാട്ടിൽ തന്നെയായിരുന്നു. തൃശ്ശൂരായിരുന്നു ജനനം. എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. ഞാനൊരു 2.5 വയസ്സ് ഉള്ളപ്പോഴാണ് ദുബായിലോട്ട് പോകുന്നത്. ഫാദർ അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ 30 വർഷത്തോളം വർക്ക് ചെയ്തതാണ്. പുള്ളി ഇപ്പോൾ തിരിച്ച് നാട്ടിൽ എത്തിയിട്ടുണ്ട്, റിട്ടയർ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിങ് മൊത്തം ദുബായിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ഫാദറിൻ്റെ ഫാമിലി ഒപ്പം ദുബായിലായിരുന്നു? അതെ. അപ്പോൾ +2 എങ്ങനെ, എത്ര വരെ ആയിരുന്നു ദുബായിലുണ്ടായിരുന്നത്? ദുബായിൽ +2 വരെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ദുബായ്. പിന്നീട് ഡിഗ്രി കാര്യങ്ങളൊക്കെ? ഡിഗ്രി ഞാൻ ഖത്തറിൽ എൻ്റെ അമ്മായി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു കോളേജിൽ അപ്ലൈ ചെയ്ത് അവിടെ കിട്ടി. അവിടെ പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പെട്രോളിയം എഞ്ചിനീയറിംഗ്? അതെ. അതായത് ഇപ്പോൾ ചെയ്യുന്ന ജോലിയുമായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് വലിയൊരു ബന്ധമൊന്നുമില്ല? ഇല്ല. ജോലി ചെയ്തിരുന്നു? അതായത് പെട്രോളിയം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? എന്തായിരുന്നു? പെട്ടെന്ന് തന്നെ അതോ ജോലിയായിരുന്നു? അതെ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷത്തോളം ദോഹയിൽ തന്നെ ഒരു ഓയിൽ ഫീൽഡ് സർവീസസ് കമ്പനിയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമാണ് എന്താണ് അടുത്തത് എന്ന് ചിന്തയിൽ റിന്യൂവബിൾ എനർജിനെ കുറിച്ച് ചിന്തിക്കുന്നതും UK ചില ഡിഗ്രീസ് അപ്ലൈ ചെയ്യുന്നതും ആ സമയത്താണ്. ഓക്കെ, അതായത് റിന്യൂവബിൾ എനർജിയും നോൺ റിന്യൂവബിൾ എനർജിയും ആയിട്ടുള്ള ഒരു ബന്ധം അജ്മലിനുണ്ട്. അതായത് പഠിച്ചതൊക്കെ നോൺ റിന്യൂവബിൾ എനർജിയും പിന്നീട് റിന്യൂവബിൾ എനർജിയിലേക്കും വന്നു അല്ലേ? അതെ. ഓക്കെ, ദോഹയിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു പെട്രോളിയം കമ്പനിയിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ സോളാറിൻ്റെ ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയായിരുന്നു വരവ്? അപ്പോൾ നമ്മൾ 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം UK മാസ്റ്റേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തു, കിട്ടി. അവിടെ 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ആ ഒരു ഡിഗ്രി റിന്യൂവബിൾ എനർജിയിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ റിന്യൂവബിൾ എനർജിയിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യതകൾ സോളാർ ഫീൽഡിലായത് കാരണം അതിലോട്ടാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഫുൾ ടൈം ജോബ് കിട്ടുന്നത്. ജോബ് എവിടെയായിരുന്നു? ജോബ് UAE കിട്ടുന്നത്. അതിന് മുമ്പ് 1 വർഷത്തോളം 2 ഇന്റേൺഷിപ്പുകളായിട്ട് ഞാൻ ചെയ്തിരുന്നു. ഒരെണ്ണം ഇന്ത്യയിലും ഒരെണ്ണം UAE. ഓക്കെ, പിന്നീട് ജോലിക്കായിട്ട് UAE വീണ്ടും പോയി? അതെ. ഓക്കെ, അവിടെ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ ഒരു 6 വർഷത്തോളം ഉണ്ടായിരുന്നു, ജോലി ചെയ്തു. അതായത് സോളാറിന്റെ ഈ ഒരു ഫീൽഡിൽ ഒരു 6 വർഷത്തോളം എക്സ്പീരിയൻസ് UAE അതെ. ഓക്കെ, പിന്നീടാണ് നാട്ടിലേക്ക് വന്നൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ എപ്പോഴായിരുന്നു ചിന്തിച്ചത്? ഈ 6 വർഷം ജോലി ചെയ്യുന്ന ആ ഒരു തുടക്ക സമയത്ത് ഉണ്ടായിരുന്നോ, അതോ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു സമയത്താണോ? ആക്ച്വലി സ്വന്തമായിട്ടൊരു സംരംഭം ചെയ്യാൻ ആലോചിച്ച് തുടങ്ങുന്നത് നമുക്ക് കൊറോണ സമയത്ത് അറിയാലോ, എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് കുറേ സമയം കിട്ടുന്നതും കുറച്ച് ബുക്കുകൾ വായിക്കുന്നതും യൂട്യൂബ് ചാനലുകളൊക്കെ ഫോളോ ചെയ്യുന്നതും. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഒരു ഓൺട്രപ്രണർഷിപ്പ്, നമ്മുടെ ഒരു പാഷൻ ഫോളോ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലോട്ടൊക്കെ വരുന്നത് ആ ഒരു സമയത്തായിരുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ പുറത്ത് വിദേശത്ത് പോയിട്ട് അവിടെ മാസ്റ്റേഴ്സൊക്കെ എടുത്തു വന്ന ഒരാൾ പിന്നെ ഒരു സ്വന്തമായിട്ട് സംരംഭം എന്നുള്ളൊരു റിസ്ക്കാണ് എന്തായാലും. കാരണം സേഫ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ജീവിതത്തിൽ നിന്നും ഒരു ഓൺട്രപ്രണർ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊരു റിസ്ക്കാണ്. ആ റിസ്ക് എടുക്കുമ്പോൾ ഓൾറെഡി മുമ്പ് എന്തെങ്കിലും ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും ഇല്ല. വലിയൊരു റിസ്കിലേക്കാണ് എടുത്ത് ചാടിയത്. ആക്ച്വലി ആ ഒരു ഡിസിഷൻ എടുക്കുന്ന പോയിന്റ് വരെ കുറച്ചൊരു ഫേസ് ഉണ്ടായിരുന്നു ഇടയിൽ. കുറേ നമ്മുടെ ചിന്തകളിൽ തന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട്. പിന്നെ പലരോടും അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. പലരും വേണ്ട, എന്തിനാണ് റിസ്ക് എന്നുള്ള കുറേ അഭിപ്രായങ്ങളും തന്നിരുന്നു. പക്ഷേ അവസാനം നമ്മുടെ തന്നെ മനസ്സിൽ ഉറച്ചു വന്നൊരു സമയം ഉണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഭാവിയിലോട്ട് നമുക്ക് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കരുതി. ഓക്കെ, ഇനി നമുക്ക് സോളാറിനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് ചോദിക്കാം. കാരണം നമ്മുടെ പ്രേക്ഷകർക്കും അറിയുന്നുണ്ടാവില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള, എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫീൽഡാണ് സോളാർ എനർജി. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് ആളുകൾക്ക് അറിയത്തില്ല. നിങ്ങളിപ്പോൾ റാസി എനർജി അസോസിയേറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത്? ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓക്കെ,
നമുക്ക് ഇപ്പോൾ കേരളത്തിൽ സോളാർ ഫീൽഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ആണ് എല്ലാവരും ചെയ്യുന്നതും പ്രിഫർ ചെയ്യുന്നതും. ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പുരപ്പുരയിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിലെ എക്സസ് വരുന്ന യൂണിറ്റുകൾ KCBയിലോട്ട് കൊടുക്കുന്നു, അതിനുള്ള ബെനിഫിറ്റ് നമ്മുടെ ബില്ലുകളിൽ വരുത്തുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള ലോഡുകൾ നമ്മൾ സോളാറിൽ പകൽ സമയം ഓടിക്കുന്നു. രാത്രി സമയത്തേക്കുള്ള ബെനിഫിറ്റ് നമ്മൾ ഗ്രിഡിലോട്ട് പകൽ സമയം വിടുന്ന എക്സസ് നമുക്ക് രാത്രി ഉപയോഗിച്ച് രണ്ടും തമ്മിൽ ഓഫ്സെറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ഗ്രിഡ് ഒരു സോളാർ സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോളിസിയാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. അപ്പോൾ ഇതിനൊരു ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എങ്ങനെയായിരിക്കും? ഓക്കെ, 2 വേറെ സിസ്റ്റംസും കൂടിയും വരുന്നുണ്ട്. 3 ടോട്ടൽ ടൈപ്പുകളാണ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ രണ്ടാമത്തേത് ഓഫ് ഗ്രിഡ് എന്ന് പറയും, മൂന്നാമത്തേത് ഹൈബ്രിഡ്. അപ്പോൾ ഓഫ് ഗ്രിഡിലും ഹൈബ്രിഡിലും ഓൺ ഗ്രിഡിൽ ഇല്ലാത്ത ഒരു സംഭവം അത് ബാറ്ററികളാണ്. ഓക്കെ, ഓഫ് ഗ്രിഡിൽ നമ്മുടെ വീട്ടിൽ പാനലുകൾ വെച്ച് ബാറ്ററികളും ആ സിസ്റ്റത്തിലോട്ട് ഘടിപ്പിച്ച് നമ്മുടെ വീട്ടിലെ ഉപയോഗങ്ങൾക്ക് മാത്രം നമ്മൾ സോളാർ ചാർജ് ചെയ്തിട്ടുള്ള ബാറ്ററികളും ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് വരുന്ന എക്സസ് നമ്മൾ ഗ്രിഡിലോട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ KCB ആയിട്ട് നമുക്ക് കണക്ഷൻസ് ഉണ്ടാവും? ഇല്ല, KCBയുമായിട്ട് നമുക്കൊരു എഗ്രിമെൻറ്റും ഇല്ല, നമുക്ക് ഒരു അപ്രൂവലും എടുക്കേണ്ട ആവശ്യമില്ല ഓഫ് ഗ്രിഡ് ചെയ്യാൻ. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ഒരു വീട്ടിലൊക്കെ ഓഫ് ഗ്രിഡ് വെച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യപ്രകാരം ഒരു 2 ദിവസമൊക്കെ കറണ്ട് ഈ ഒരു ഓഫ് ഗ്രിഡിൻ്റെ സിസ്റ്റം സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ KCB നമുക്ക് ഓൾറെഡി കണക്ഷൻസ് ഉണ്ടാവും? അതെ, നമുക്ക് കണക്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഓഫ് ഗ്രിഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സോളാറിൽ നിന്നും നമ്മുടെ ബാറ്ററികളിൽ നിന്നും ഉള്ള എക്സ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ഗ്രിഡിലോട്ട് നടക്കുന്നില്ല, അത് നമ്മൾ നിർത്തിവെക്കും. ഓക്കെ, പിന്നെ ബാറ്ററി ആണെങ്കിൽ കുറച്ച് റിസ്ക് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? ബാറ്ററിയുടെ കംപ്ലൈൻറ്റും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ? അതെ, ബാറ്ററികളിൽ വരുന്ന കുറച്ച് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് അത് സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് കൂട്ടുന്നുണ്ട്. രണ്ടാമത്തേത് ഇപ്പം നിലവിലുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ലെഡ് ആസിഡ് ആണ്. നമുക്കറിയാം അതിന് മെയിൻ്റനൻസ് വളരെ കൂടുതലാണ്. ഒരു 5 വർഷത്തിലും കൂടുതൽ നമുക്കതിൽ ലൈഫ് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ പുതിയത് വരുന്ന ടെക്നോളജി ലിത്തിയം അയോൺ പറയുന്ന ടെക്നോളജി 10 വർഷത്തോളം ഒക്കെ വാറണ്ടി കിട്ടുന്നുണ്ട്. അതിന് പ്രൈസ് ഒരു ഫാക്ടറാണ്. അപ്പോൾ അതാണ് ഇതുവരെ വളരെ വ്യാപകമായിട്ട് ആൾക്കാർ ലിത്തിയം അയോൺ ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു ബാറ്ററീസ് പറഞ്ഞു, ലിത്തിയം ബാറ്ററി പറഞ്ഞു, ലെഡ് ആസിഡ് ബാറ്ററി പറഞ്ഞു, ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡിഫറൻസ് അപ്പോൾ എങ്ങനെ വരും? അതെ, നിലവിൽ ലിത്തിയത്തിൻ്റെ പ്രൈസ് ലെഡ് ആസിഡിൻ്റെ മേലെ ഒരു 2 ഇരട്ടിയോളം വരുന്നുണ്ട്. 2 ഇരട്ടിയോളം വരുന്നുണ്ട്. ഇതാണ് ഒരു മെയിൻ ഫാക്ടർ ലിത്തിയം കൂടുതൽ ആൾക്കാരുടെ അടുത്ത് എത്താത്തത് നിലവിൽ. അതെ, ഓക്കെ. പിന്നെയുള്ളത് ഹൈബ്രിഡ്, അതും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഓൺ ഗ്രിഡിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സംവിധാനം ഉണ്ട്, ഓഫ് ഗ്രിഡിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സംവിധാനം ഇല്ല. ഹൈബ്രിഡിൽ ഈ 2 സിസ്റ്റംസിൻ്റെയും ഗുണങ്ങൾ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററികളുടെ ബാക്കപ്പും നമ്മുടെ സോളാർ വെച്ചിട്ടുള്ള ചാർജിങ്ങിൻ്റെ ബെനിഫിറ്റ് വൈകുന്നേര സമയത്തും കിട്ടുന്നുണ്ട്. അതേസമയം നമുക്ക് എക്സസ് വരുന്ന യൂണിറ്റുകൾ KCBയിലോട്ട് കൊടുത്തിട്ട് KCBയുടെ അടുത്ത് നിന്ന് ബില്ലിലുള്ള ലാഭങ്ങളും കിട്ടാം. അപ്പോൾ 2 സിസ്റ്റത്തിൻ്റെയും ഓൺ ഗ്രിഡിൻ്റെയും ഓഫ് ഗ്രിഡിൻ്റെയും നല്ല സാധനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് ഹൈബ്രിഡ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കുറച്ച് നോളജാണ് അജ്മൽ പറഞ്ഞു കൊടുത്തത്. റാസി എനർജി അസോസിയേറ്റ്സും അജ്മൽ അബ്ദുസലാമും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഉപയോഗമാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അത് ഉപകരിച്ചത്? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വർക്ക് ചെയ്ത കമ്പനി UAE 6 വർഷത്തോളം വർക്ക് ചെയ്ത കമ്പനി, അതൊരു ജർമ്മൻ ഗ്ലോബൽ സോളാർ കമ്പനിയുടെ മിഡിൽ ഈസ്റ്റ് ബ്രാഞ്ച് ആയിരുന്നു. അപ്പോൾ അവർ വർക്ക് ചെയ്തിരുന്നത് ഗ്രിഡ് സ്കെയിലുള്ള പ്രൊജക്റ്റുകളാണ്. അതായത് 5 മെഗാവാട്ട് തൊട്ട് 50 മെഗാവാട്ട് ഉള്ള റേഞ്ചിലുള്ള പ്രൊജക്ട്സ് ആണ്. അപ്പോൾ അവർക്ക് വളരെ ഉയർന്ന സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റി അഷ്യൂറൻസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ നാട്ടിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്, അതായത് നല്ല ബ്രാൻഡുകൾ, നല്ല ഇൻസ്റ്റലേഷൻ സ്റ്റാൻഡേർഡ്സ്, പിന്നെ
കസ്റ്റമർ സർവീസ് സപ്പോർട്ട് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു കമ്പനി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അജ്മൽ ആ ഒരു സമയത്ത്, അതായത് യു എയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു എത്രത്തോളം പ്രൊജക്ട്സിൽ ഈ ഒരു കമ്പനിയിൽ ഭാഗമായിട്ടുണ്ടായിരിക്കും? അതെ. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു 6 വർഷത്തിൽ ആദ്യത്തെ വർഷം നേരിട്ടിട്ട് 2 പ്രൊജക്റ്റുകളിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതായത് ഒരെണ്ണം ഇവിടുത്തെ പോലെ ചെറിയ വർക്കുകളൊന്നല്ല, മെഗാവാട്ട്സിന്റെ വർക്കുകളാണ്. അതെ അതെ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ വർക്ക് ആക്ച്വലി 2 മെഗാവാട്ടിലൊരു വലിയ ഗ്രൗണ്ട് മൗണ്ട് പ്രൊജക്റ്റ് ആയിരുന്നു. ഓക്കെ. അത് എറിട്രിയ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തായിരുന്നു, സൊമാലിയുടെ ഒക്കെ അടുത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഒരു റൂഫ് ടോപ്പിൽ 600 കിലോ വാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ്, അത് ദുബായിൽ ജബൽ അലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മുടെ കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ടീമിലോട്ട് മാറാനൊരു സാധ്യത കണ്ടപ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്ത് ആ ഒരു പ്രൊഫൈലിലോട്ടാണ് മാറിയത്. ഓക്കെ. അപ്പോൾ ഒരു 100-200ഓളം പ്രൊജക്ട്സിൽ കമ്പനീനെ ബിഡ് ചെയ്യാൻ സഹായിക്കാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി. അതായത് 200ഓളം ഇന്റർനാഷണൽ പ്രൊജക്ടിന്റെ ഭാഗമാവാൻ സാധിച്ചു. അതെ, ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ നാട്ടിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നാട്ടിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്, അതായത് സോളാർ ഫീൽഡിൽ തന്നെ ഒരു ബിസിനസ് ആരംഭിച്ചത്. റാസി എനർജി അസോസിയേറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രത്യേകതയായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതെ. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആൾക്കാരായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. അവരായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതേ ഒരു അപ്രോച്ചാണ് ഞാൻ ഈ കമ്പനിയിലൂടെ തുടരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പേഴ്സണൽ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്തുകൊണ്ട് അവർക്ക് സോളാറിൽ നിന്ന് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടാം അത്രത്തോളം അവർക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു കസ്റ്റമർ സർവീസ് എന്നുള്ളൊരു യാത്രയും മാക്സിമം അവർ എളുപ്പമാക്കി കൊടുക്കാനുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ. ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു സർവീസ് ഒക്കെ ഇതിന്റെ ഒരു ഭാഗമല്ലേ? അതായത് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വാറണ്ടി അല്ലെങ്കിൽ അങ്ങനെ സർവീസ് ടൈംസ് അതൊക്കെ എങ്ങനെയായിരിക്കും അപ്പോൾ? അതെ. നമുക്ക് സോളാർ സിസ്റ്റം ചെയ്ത് പോകുമ്പോൾ 2 രീതിയിലുള്ള വാറണ്ടികളാണ് വരുന്നത്. ഒന്ന് ഒറിജിനൽ എക്വിപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തുനിന്ന് OEMസിൻ്റെ അടുത്തുനിന്ന് വരുന്ന വാറണ്ടീസ് ഉണ്ട്. പാനലിനും ഇൻവെർട്ടറിനും അതിൻ്റേതായിട്ടുള്ള വാറണ്ടീസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റലേഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന സർവീസ് സപ്പോർട്ട് ഉണ്ട്. അത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ കണ്ടുവരുന്നത് 5 വർഷമാണ് ഈ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ അതിൽ വർഷത്തിൽ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് വിസിറ്റ്സ് നടത്തുന്നുണ്ട് ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക്. ഓക്കെ. അതായത് ഇത് വെച്ച് പോയി കഴിഞ്ഞാലും പിന്നീട് നിങ്ങളും കിട്ടും. അതെ അതെ. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരെ കാണാറില്ല അല്ലെങ്കിൽ വെച്ചിട്ട് അങ്ങ് പോയി. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും വർഷത്തിലൊരു വിസിറ്റ് 1-2 വിസിറ്റ് ഒക്കെ നിങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ എന്തായാലും ഉണ്ടാകും അല്ലേ? ആ ഒരു രീതിക്കാണ് നിങ്ങളുടെ ഒരു സിസ്റ്റം ബിൽഡ് ആയിട്ടുള്ളത്. അതെ. അപ്പോൾ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ നിങ്ങൾക്കും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ തീർച്ചയായിട്ടും. അതെ. അതായത് നമുക്ക് സർവീസ് പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒന്നാമത്തേത് നമ്മൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വിസിറ്റുകളാണ്. അത് മിനിമം ഒരു 2 തവണയെങ്കിലും ഒരു വർഷത്തിൽ നമ്മൾ വിസിറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സർവീസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ വാറണ്ടിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഈ ഒരു ഇപ്പോൾ ഈ പാനലിനാണെങ്കിലും ഇൻവെർട്ടറിനാണെങ്കിലും ഇതിനൊക്കെ വാറണ്ടി വരുന്നത് എങ്ങനെയാണ്? ഒക്കെ ഒരേപോലെ തന്നെയാണോ? എല്ലാത്തിനും ഒരേ വർഷം തന്നെയാണോ വരുന്നത്? വാറണ്ടിയുടെ കാര്യത്തിൽ പല ബ്രാൻഡുകളും പല വാറണ്ടികളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാനലുകളുടെ വാറണ്ടി നോക്കാം. 2 തരം വാറണ്ടികളാണ് പാനലിൽ വരുന്നത്. ഒന്ന് പെർഫോമൻസ് വാറണ്ടി, രണ്ടാമത്തേത് പ്രൊഡക്റ്റ് വാറണ്ടി. ഓക്കെ. അപ്പോൾ പെർഫോമൻസ് വാറണ്ടി എന്ന് പറയുന്നത് പാനലുകളുടെ ഔട്ട്പുട്ട് എല്ലാ വർഷവും ഇത്ര ശതമാനത്തോളം മാത്രം കുറയൂ എന്നുള്ളൊരു വാറണ്ടിയാണ്. ആ ശതമാനത്തിലും കൂടുതൽ കുറഞ്ഞാൽ നമുക്കൊരു ക്ലെയിം അവർ കൊടുക്കാം. ഓക്കെ. കമ്പനി തന്നെ മാനുഫാക്ചറിംഗ് കമ്പനി തന്നെ നമുക്ക് ഈ വാറണ്ടി തരുമോ? ഈ മാനുഫാക്ചറിംഗ് വാറണ്ടീസ് ഒക്കെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുകൾക്ക് എതിരെയാണ്. അപ്പോൾ അത് വരുന്നത് നമുക്ക് പാനലിൽ വല്ല ക്രാക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ ബസ് ബാർ ചെറുതായിട്ട് തെറ്റിയിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പല പ്രശ്നങ്ങളും ആണ് മാനുഫാക്ചറിംഗ് വാറണ്ടി കവർ ചെയ്യുന്നത്. പെർഫോമൻസ് വാറണ്ടി നമുക്ക് വരുന്നത് ഒരു 25 വർഷം തൊട്ട് 30 വർഷത്തോളം ഇപ്പോൾ ചില ബ്രാൻഡുകൾ തരുന്നുണ്ട്. അതെ. പെർഫോമൻസ് വാറണ്ടി ഔട്ട്പുട്ടിന് എതിരെ. ഓക്കെ. ഇപ്പോൾ ഈ കോസ്റ്റിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പലരും
പല കോസ്റ്റിൽ സോളാർ വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പ്രൈസ് ഒരുപാട് വാരി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു കാരണം എന്താണ്? അതായത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള ഒരേ ബ്രാൻഡ് തന്നെ വെക്കുന്നവർക്ക് പല പ്രൈസിൽ സോളാറിൻ്റെ വെച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കിലോ വാട്ടിന് ഒരേ കിലോ വാട്ട് വെക്കുന്നവരാണെങ്കിൽ പോലും പല പ്രൈസിൽ വെക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്? അതെ, അപ്പോൾ സോളാറിൽ പ്രൈസിങ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ അതൊരു 3 രീതിയിലാണ് നമ്മൾ കുറവുകൾ വരുന്നത് ഓരോ ഏരിയാസിൽ. ഒന്നാമത്തത് നമ്മളുടെ എക്വിപ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഇൻവെർട്ടറുകളും പാനലുകളും കേബിളുകളും, അതിൻ്റെ ഗുണനിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡുകൾ നമ്മൾ കുറഞ്ഞ ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൽ പ്രൈസ് ലാഭിക്കാൻ സാധിക്കും, കസ്റ്റമറിന് ഒരു സന്തോഷിപ്പിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളത് ദീർഘകാലം നോക്കുവാണെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസിനെ, സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ അത് വളരെ അധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വരാവുന്ന ഫെയിലിയർ റേറ്റ് കൂടുതലാണ്, അവർക്ക് വരാവുന്ന നാശനഷ്ടങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സോളാർ വെക്കുമ്പോൾ നമ്മളുടെ ബ്രാൻഡുകളും നമ്മളുടെ ഇൻസ്റ്റലേഷൻ്റെ സ്റ്റാൻഡേർഡും എല്ലാതും വളരെ അധികം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 5000 ബില്ല് വന്ന ഒരാൾക്ക് ഇത്തവണത്തെ വേനലിന് ചിലപ്പോൾ അതൊരു 10000 വരെ ബില്ല് വരാം. അപ്പോൾ സോളാറിൻ്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് ബില്ല് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും കൂടിക്കൊണ്ട് വരുന്നു. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു സോളാറിൻ്റെ ഒരു പക്ക ആവശ്യകത എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അജ്മലിൻ്റെ ഒരു ഉത്തരം ഉണ്ടാവുക? അതെ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് കറണ്ടിൻ്റെ വില വളരെ കൂടുതലാണ്. അതിന് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ഉൽപ്പാദനം കുറവാണ്, നമ്മുടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറേ കറണ്ട് പീക്ക് ടൈമിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്. അതാണ് വില കൂടാൻ ഒരു മെയിൻ കാരണം. അപ്പോൾ സോളാർ ഇതിനെ ഒരു വളരെ കൂടിയ അതിര് വരെ തടുത്തു നിർത്താൻ സാധിക്കും. അതായത് നമ്മുടെ ഉപഭോഗം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് തീർക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് സോളാറിൽ. അത് നമ്മൾ കേരളത്തിൽ എത്രത്തോളം പ്രായോഗികമാവും? അതായത് ഇവിടെ വേനൽക്കാലമാണെങ്കിൽ വല്ലാത്ത വെയിലും മഴക്കാലമാണെങ്കിൽ ആകെ വെള്ളവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതിനൊരു കുറച്ച് സാധ്യത കൂടുതലല്ലേ കേരളത്തിലൊക്കെ ആണെങ്കിൽ? സോളാറിന് തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യകത കൂടി തന്നെ വരാനാണ് പോകുന്നത്. അതിനുള്ള കുറച്ച് കാരണങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാം ഇപ്പോൾ AC-കളുടെ ഉപയോഗം വളരെ കൂടി വരുന്നുണ്ട്. അത് വരാൻ കാരണം നമ്മുടെ ചൂട് കൂടി വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും. പിന്നെ വേറൊരു കാരണം EVs വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അത് ഗ്ലോബലി നോക്കിയാൽ തന്നെ ഒരു ട്രെൻഡായിട്ട് നമുക്ക് കാണാം. ഇന്ത്യൻ ഗവൺമെൻറ്റും അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഈ EVs ഒക്കെ നമ്മൾ കുത്തിവെച്ച് അത് ചാർജ് ചെയ്ത് തുടങ്ങുമ്പോൾ ഗ്രിഡ്മിൽ അതൊരു വലിയ ഭാരമായിട്ടാണ് വരുന്നത്. ആ ഒരു ഭാരവും സോളാർ വെച്ചിട്ട് ഒരു അതിര് വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇപ്പോൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ KSEBിക്ക് കറണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു AC-യും ഇലക്ട്രിക് വെഹിക്കിളുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉപയോഗം കൂടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ KSEBിലേക്കോ കൊടുക്കുന്ന സിസ്റ്റം അത് നമുക്ക് ലാഭകരമാണോ? എന്താണ് അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള വശം വരുന്നത്? നമ്മൾ ഏതൊരു മുതൽ മുടക്കും ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പേ ബാക്ക് എത്ര വർഷത്തിൽ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് സോളാറിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മുടക്കുന്ന പണം നമുക്ക് ഏറ്റവും പെട്ടെന്ന് തിരിച്ച് കിട്ടുക എന്നുള്ളതാണ് കാര്യം. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് നമ്മുടെ ഉപയോഗം, നമ്മൾ KSEBിക്ക് കൊടുക്കുന്ന താരിഫ് 6-7 രൂപയൊക്കെയാണ് താരിഫ് വരുന്നത്. സോ ഒരു റെസിഡൻഷ്യൽ സെനാരിയോയിൽ നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു 6-7 രൂപ വരുന്ന ഒരു ബില്ല് നമുക്ക് സോളാർ വെച്ചിട്ട് നമുക്ക് സോളാർ നെറ്റ് മീറ്ററിങ് അഗ്രിമെൻ്റ് അനുസരിച്ച് നമ്മുടെ എനർജി ചാർജുകളാണ് കട്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് ചാർജായിട്ട് എല്ലാ മാസവും ഒരു 300-400 ബില്ലിൽ ബാക്കി വരാം. നമ്മുടെ എനർജി ചാർജുകൾ നമ്മൾ കട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ലാഭകരം. നമ്മൾ അതിലും ഉപരി എക്സ്ട്രാ കപ്പാസിറ്റി ഇൻസ്റ്റാൾ ചെയ്തിട്ട് KSEBിലോട്ട് വിടുന്ന എക്സസ് യൂണിറ്റുകൾക്ക് നമുക്ക് ആകെ 3 രൂപയോളമാണ് കമ്പൻസേഷൻ കിട്ടുന്നുള്ളൂ, അതും വർഷത്തിൽ ഒരിക്കൽ. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിലോട്ട് വിട്ടിട്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് അതത്ര ലാഭകരം അല്ല നിലവിൽ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു തെറ്റായ ചിന്താഗതിയാണ്. ശരിക്കും ഒരു ബിസിനസ് മൈൻഡിൽ അത് തെറ്റാണ് അല്ലേ? അതെ. ഓക്കെ,
ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സബ്സിഡി വശത്തിലേക്കാണ് കിടക്കേണ്ടത്. കാരണം കൂടുതൽ ആളുകളും സബ്സിഡി എന്നുള്ളത് ഇപ്പോൾ അടുത്തായിട്ട് കുറേ അധികം സബ്സിഡിക്ക് എമൗണ്ടും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സബ്സിഡി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതെ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡികൾ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ അത് 2 രീതിയിലാണ് നടന്നു വന്നിരുന്നത്. ഒന്ന് KCB വഴിയും ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടിട്ടുള്ള സബ്സിഡിയും. ഫണ്ടുകൾ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ KCBന്ന് വരുന്നത് നിർത്തി കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണ് സബ്സിഡി നടത്തുന്നത്. കംപ്ലീറ്റ്ലി കേന്ദ്ര അതെ അതെ. മുമ്പ് KCB ആയിരിക്കുമ്പോൾ നമ്മൾ സബ്സിഡി അമൗണ്ട് കഴിച്ചിട്ട് കോൺട്രാക്ടർക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ തിരിച്ചാണ്. കേന്ദ്ര ഗവൺമെൻറ് വഴി നമുക്ക് ഫുൾ എമൗണ്ട് കോൺട്രാക്ടറിന് കൊടുത്തിട്ട് പിന്നീട് സബ്സിഡി എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. കസ്റ്റമറിന്റെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്. അതൊക്കെ അപ്പോൾ സബ്സിഡി അമൗണ്ടുകൾ എത്രയാണെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് 1 കിലോവാട്ടിന് 30,000 രൂപ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. 2 കിലോവാട്ടിന് 60,000, 3 കിലോവാട്ടും അതിൽ മേലെ വരുന്ന എല്ലാ കപ്പാസിറ്റിയും 78,000 രൂപയാണ് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ സബ്സിഡിയുടെ ഒരു സൈഡ് ഇതാണ്. ഈ സബ്സിഡി ഒരുപാട് സമയം എടുക്കും കിട്ടാൻ? അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെങ്കിൽ പോലും സമയം എടുക്കും. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്, ടൈം പീരീഡൊക്കെ? പൊതുവെ പറയുന്ന ഒരു കാലയളവ് 2 ആഴ്ചയുടെ ഉള്ളിലാണ്. പക്ഷേ പല സമയത്തും പല കാരണവശാലും ഡിലേ ആയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇലക്ഷൻ സമയത്ത് സബ്സിഡികൾ മൊത്തം നിർത്തിയ സമയം ഉണ്ടായിരുന്നു. പിന്നെ പോർട്ടലിൻ്റെ ചില ഇഷ്യൂസ് കാരണം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിലേ ആയിട്ട് വരുന്നുണ്ടെങ്കിലും വരും എന്നുള്ളത് ഉറപ്പാണ്. അതായത് അതന്നെ. അപ്പോൾ നമ്മുടെ വേറെ പേരുകളിലുള്ള പ്രശ്നങ്ങളോ വേറെ മറ്റു സാങ്കേതികമായിട്ടുള്ള ഇഷ്യൂസ് എല്ലാതും നമ്മൾ സോൾവ് ചെയ്താൽ കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് നിന്ന് ക്രെഡിറ്റ് ആവും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ പലതരം പാനലുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സബ്സിഡി കിട്ടുന്നതിന് ഒരു പാനൽ, സബ്സിഡി ഇല്ലാതെ വേറെ പാനൽ, അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എങ്ങനെയാണ്? അതെ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ മെയിനായിട്ട് 2 തരം പാനലുകളാണ് വരുന്നത്. ഒന്ന് DCR പാനൽ, മറ്റത് നോൺ DCR പാനൽ. അപ്പോൾ DCR എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ ഉള്ള സിലിക്കോൺ സെൽസ് വെച്ചിട്ട് അസംബിൾ ചെയ്യുന്ന പാനലുകൾക്കാണ് DCR പാനലുകൾ എന്ന് പറയുന്നത്. പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സെല്ലുകൾ വെച്ചിട്ട് നിർമ്മിക്കുന്ന അസംബിൾ ചെയ്യുന്ന പാനലുകൾക്ക് നമ്മൾ നോൺ DCR എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏതിനാണ് സബ്സിഡി അവൈലബിൾ ആകുന്നത്? അതെ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡികൾ ആകെ DCR പാനലുകൾ, അതായത് ഇന്ത്യയിൽ വെച്ചിട്ടുള്ള സിലിക്കൺ മാനുഫാക്ചറിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് DCR പാനലുകൾക്ക് മാത്രമാണ് സബ്സിഡികൾ. കംപ്ലീറ്റ്ലി ഇന്ത്യൻ മാനുഫാക്ചർ അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫിറ്റിംഗ് അല്ലെങ്കിൽ ഫൈനൽ സിലിക്കൺ വർക്കുകൾ മാത്രമാണോ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്? അതായത് മിനിമം സിലിക്കണിന്റെ മാനുഫാക്ചറിങ് ഇന്ത്യയിലായിരിക്കണം വരുന്നത്. അസംബ്ലി പിന്നെ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. അതായത് ഇന്ത്യൻ സെല്ലുകൾ വെച്ചിട്ട് പുറമെ അസംബ്ലി നടന്നിട്ട് ഉള്ളിൽ വരില്ല. നമുക്കുള്ള 2 സാഹചര്യം എന്ന് പറയുന്നത് സെല്ലുകൾ ഇന്ത്യയിൽ വെച്ചിട്ട് അസംബ്ലിയും ഇന്ത്യയിൽ, രണ്ടാമത്തെ സാഹചര്യം സെല്ലുകൾ പുറമേ നിന്ന് വരുന്ന അസംബ്ലിയിൽ ഇന്ത്യയിൽ. അതെ. അപ്പോൾ ഈ 2 പാനലും വെക്കുന്ന ഒരു സാധാരണ കസ്റ്റമറിനെ വെച്ച് നോക്കുമ്പോൾ ഏതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അജ്മലിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുക? അതെ, നമുക്ക് ആദ്യം പ്രൈസിന്റെ ആസ്പെക്റ്റിൽ നിന്ന് ഇതിനൊന്ന് വിലയിരുത്താം. പ്രൈസ് ആണല്ലോ ഒരു ഏറ്റവും മെയിൻ കൺസേൺ അതാണല്ലോ. അപ്പോൾ 3 കിലോവാട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ DCR പാനലും നോൺ DCR പാനലും തമ്മിൽ ഏകദേശം ഒരു 20,000 രൂപയോളം വ്യത്യാസം വരുന്നുണ്ട്. നോൺ DCR പാനല് പ്രൈസ് കുറവാണ്. DCR പാനൽ 20. അതെ, നോൺ DCR പാനൽ ആക്ച്വലി ക്വാളിറ്റി കൂടുതലും പ്രൈസ് കുറവുമാണ്. DCR പാനലുകളുടെ ക്വാളിറ്റി ഇപ്പോഴും ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു നിഗമനം. അവർ പ്രൈസും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഡിഫറൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സബ്സിഡികൾ, കൂടാതെ ഇന്ത്യൻ മാനുഫാക്ചറിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ 3 കിലോവാട്ട് 5 കിലോവാട്ട് വരെയൊക്കെ നമുക്ക് സബ്സിഡി സ്കീമിൽ തന്നെ പോകലാണ് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഓപ്ഷൻ. അതിലും കൂടുതൽ കപ്പാസിറ്റികൾ വരുമ്പോൾ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ചീപ്പർ റേറ്റ് അല്ലെങ്കിൽ സെയിം സബ്സിഡി റേറ്റിൽ കിട്ടാവുന്ന കാരണം നോൺ DCR പാനലുകൾ വെച്ചിട്ടാണ് നല്ലത്. ഇപ്പോൾ സബ്സിഡി പറഞ്ഞു, അത് വീടുകൾക്ക് മാത്രമാണോ സബ്സിഡി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അതോ ബിൽഡിങ്ങുകൾക്കോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ യൂസസിനൊക്കെ സബ്സിഡി അവൈലബിൾ ആണോ?
നിലവിൽ സബ്സിഡി സ്കീം ആകെ റെസിഡൻഷ്യൽ സെക്ടറിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, കമേഴ്ഷ്യലിന് ഇല്ല. ഇല്ല. അപ്പോൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ നോൺ DCR വെക്കുന്നതാണ് എപ്പോഴും ലാഭം. തീർച്ചയായിട്ടും. കാരണം അവർക്ക് DCR പാനൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ബെനിഫിറ്റ് കിട്ടാനില്ല. നമ്മുടെ സബ്സിഡികളില്ല, കൂടാതെ പ്രൈസും കൂടുതലാണ്, ക്വാളിറ്റിയും കുറവാണ്. അവർക്ക് കിട്ടുന്ന വേറെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ ആക്സലറേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നൊരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്ത ആ ഇൻവെസ്റ്റ്മെന്റിൽ ഡിപ്രിസിയേഷൻ അവർക്ക് കാണിക്കാം ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ. അതെ. ഓക്കെ. ഇപ്പോൾ നമുക്ക് പ്രൈസ് അറിയുന്നതിന് ഉപരി ഇപ്പോൾ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വേറെ ആരുടെ വീട്ടിലാണെങ്കിലും ഒരു 5000 രൂപ വരെ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാവും ഇത് അവർക്ക് സോളാർ വെക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ് ആ ഒരു ലൈൻ ഏതാണെന്നുണ്ടാവും. അതെ. അപ്പോൾ ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 6000 രൂപ ഒക്കെ കറണ്ട് ബില്ല് വരുന്ന ഒരാൾ എത്ര വാട്ടിൻ്റെ അല്ലെങ്കിൽ എത്ര കിലോ വാട്ടിൻ്റെ ഒക്കെ ഒരു സോളാർ പാനൽ വെക്കുന്നതായിരിക്കും നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്? അതെ. അപ്പോൾ നമ്മൾ പൊതുവേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് സ്ലാബുകളുണ്ട്. ഒരു 2 മാസത്തെ KCB ബില്ല് 5000 രൂപ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു 3 കിലോ വാട്ട് അവിടെ ചെയ്താൽ അത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കവറാവും. പിന്നെ 10000 വരെ വരുന്ന വീടുകളിൽ ഒരു 5 കിലോ വാട്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. 10000 കാട്ടും കൂടുമ്പോൾ ഒരു 7 കിലോ വാട്ട് ആ രീതിയിൽ. പക്ഷേ ഇപ്പോൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലുള്ള ഒരാളുടെ ഉപയോഗം കൂടാനല്ല ചാൻസ്. കാരണം സോളാർ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് യൂസ് കുറച്ചും കൂടെ കൂട്ടാന്നുള്ള ചിന്ത നോർമൽ എല്ലാവരിലേക്ക് വരുന്നതാണ് തോന്നുന്നു. പിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു EV ഒക്കെ എടുക്കാം, സോളാർ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എപ്പോഴും കുറച്ച് കൂട്ടി വെക്കുന്നതാണോ ബെറ്റർ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ നിലവിലുള്ള കൺസംഷന് കറക്റ്റ് മാച്ച് ചെയ്തിട്ട് വെക്കുന്നതിലും എപ്പോഴും ഭാവിയിലോട്ടും കൂടിയും ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അതെ. കാരണം ഒന്നാമത്തത് ഇതിന്റെ കാലാവധി സിസ്റ്റം ലൈഫ് ടൈം എന്ന് പറയുന്നത് 25 വർഷത്തോളമാണ്. അപ്പോൾ നമ്മൾ 25 വർഷത്തിന് ഇതേ കപ്പാസിറ്റിയും ഇതേ ഉൽപാദനവും വെച്ചിട്ട് നിൽക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടയിൽ എവിടെയെങ്കിലും നമ്മുടെ ബില്ലുകളും നമ്മുടെ ഉപഭോഗവും ഇതിനെ കവിച്ചു വെക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ അഡീഷണൽ ഒരു AC-യോ ഒരു EV-യോ വന്നാൽ അത് നല്ലോണം അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കൺസംഷനെ. അപ്പോൾ നമ്മൾ എപ്പോഴും 3 കിലോ വാട്ട് എന്നാണ് നമ്മുടെ ബില്ല് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 കിലോ വാട്ടെങ്കിലും വെക്കുന്നത്, അതേപോലെ തന്നെ 5 കിലോ വാട്ട് എന്ന് കാണിക്കുമ്പോൾ ഒരു 7 കിലോ വാട്ടോളം വെക്കുന്നതാണ് എപ്പോഴും സജസ്റ്റഡ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സോളാറിൻ്റെ ഇൻസ്റ്റാളേഴ്സ് ഒരുപാടുണ്ട്. അതായത് ഒരുപാട് വലിയൊരു മാർക്കറ്റുമാണ്, എന്നാൽ അതിന് ഒരുപാട് ആളുകളും ഉണ്ട്. ഒരു സോളാർ വെക്കുന്ന ഒരു കസ്റ്റമർ എങ്ങനെയാണ് ഒരു സോളാറിൻ്റെ ഇൻസ്റ്റാളറിനെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അജ്മലിൻ്റെ ഉത്തരം? അതെ, നമ്മൾ മുമ്പ് പലതവണ ആവർത്തിച്ച പോലെ ഒരു 25 വർഷം കാലയളവിലാണ് നമ്മൾ ഈ സിസ്റ്റം ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും നാൾക്ക് നിലനിൽക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ പീരീഡിൽ നല്ലൊരു സെലക്ഷൻ ചെയ്യണം എന്നുള്ളത് അനിവാര്യമാണ്. അതെ. അപ്പോൾ നമ്മുടെ ഒരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവരുടെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ എത്രത്തോളം ഉണ്ട്, അവർ ഉപയോഗിക്കുന്ന എക്വിപ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, ഏതൊക്കെ ബ്രാൻഡുകളാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ അവർ കൊടുക്കുന്ന കസ്റ്റമർ സപ്പോർട്ടും ഫീഡ്ബാക്കും. അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വഴി റിവ്യൂസ് ചെക്ക് ചെയ്യാനുള്ള പല അവസരങ്ങളും ഉണ്ട്. നമുക്ക് ഗൂഗിൾ റിവ്യൂസ് നോക്കാം, ഫേസ്ബുക്ക് പേജുകൾ നോക്കാം. അപ്പോൾ കസ്റ്റമേഴ്സിനെ അവർ ലോങ് ടേം എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവർക്ക് വരുന്ന സർവീസ് റിക്വസ്റ്റുകൾ അവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വലിയ കാര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ കസ്റ്റമറിൻ്റെ സപ്പോർട്ട് എത്രത്തോളം നല്ല രീതിയിൽ കൊടുക്കുന്നു, അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ എത്രത്തോളം നന്നാക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു ഫീൽഡിൽ നിലനിർത്താൻ സാധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ പീരീഡിൽ നമ്മൾ കോൺട്രാക്ടർ സെലക്ഷൻ ഫേസിൽ നമ്മൾ അത്യാവശ്യം ഒരു സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന ചില ദോഷഫലങ്ങൾ ഈ അടുത്ത് പലരും വായിച്ചിട്ടുണ്ടാവും പത്രങ്ങളിലൊക്കെ. എറണാകുളം കൺസ്യൂമർ ഡിസ്ട്രിക്റ്റ് കോർട്ട് ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു. അതായത് 2021 വർഷത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ പേരിൽ കേസ് കൊടുത്ത ഒരു കൺസ്യൂമറിന് അവരുടെ അനുകൂലമായിട്ടാണ് വിധി വന്നത്. അവർക്കൊരു 8,45,000 രൂപയോളം നഷ്ടപരിഹാരമായിട്ട് കോർട്ട് വിധിച്ചു. അത് ഈ ഒരു
വെണ്ടറിന്റെ എന്താ പറയാ സർവീസ് മോശമായിട്ടുകൊണ്ടാണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു കാരണം? അതെ. അപ്പോൾ ആ കേസ് അനുസരിച്ച് വെണ്ടർ ഗുണനിലവാരം കുറഞ്ഞ എക്വിപ്മെൻ്റ് ഉപയോഗിച്ചിട്ടും ആ കസ്റ്റമറിന് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടാൻ സാധിക്കാതെ പോയതിലും ആ കസ്റ്റമറിന് വന്ന കോർട്ട് ഫീസും എല്ലാതും കൂടെ കൂടിയിട്ടുള്ളൊരു തുകയായിരുന്നു അവർ വിധിച്ചത്. കിട്ടിയത്. ഓക്കെ. റാസി എനർജി അസോസിയേറ്റ്സ് അല്ലെങ്കിൽ അജ്മൽ, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു കസ്റ്റമറിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയായിരിക്കും? അതായത് പാനൽസ് ആണെങ്കിലും ഇൻവെർട്ടേഴ്സ് ആണെങ്കിലും കുറച്ച് ബ്രാൻഡുകൾ ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് കുറച്ചൊരു വിശ്വസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഏതൊക്കെ ആയിരിക്കും? അതെ, ബ്രാൻഡുകളുടെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 35ഓളം ബ്രാൻഡുകൾ ഓൾമോസ്റ്റ് പാനൽസിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് ഓരോ കമ്പനിയുടെയും ബാക്ക്ഗ്രൗണ്ടും അവരെത്ര വർഷം മാർക്കറ്റിൽ ഉണ്ട്, അവർ ഗ്ലോബലി ഇന്ത്യക്ക് പുറമേ സപ്ലൈ ചെയ്യുന്നുണ്ടോ, വലിയ പ്രൊജക്ട്സിന് സപ്ലൈ ചെയ്തിട്ടുണ്ടോ, പിന്നെ Tier 1 എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ കമ്പനികൾക്കാണ് ഉള്ളത്, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു കുറഞ്ഞ ലിസ്റ്റ് കമ്പനികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരാൾ സോളാർ വെച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഉപയോഗം കൂടി, അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പാനൽസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഒരു 5 കിലോ വാട്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഒരു 7 കിലോ വാട്ടിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുമോ? നമുക്ക് കിട്ടുന്ന അപ്രൂവൽ, ആ ഒരു അപ്രൂവൽ ഭാവിയിൽ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്, KCBന്ന് കിട്ടുന്ന അപ്രൂവൽ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യം, നമുക്ക് ഉറപ്പായിട്ടും ഭാവിയിൽ ഒരു 2 കിലോ വാട്ട് നമുക്ക് വേണ്ടി വരും എന്നറിയുവാണെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് ഒരു 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ പ്ലസ് 3 കിലോ വാട്ടിൻ്റെ പാനലുകൾ വെച്ചിട്ട് 2 കിലോ വാട്ട് പാനൽ ഭാവിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം അവിടെ നമുക്ക് എടുക്കേണ്ടി വരുന്ന 5 കിലോ വാട്ടിൻ്റെ അപ്രൂവലാണ്. ഏതാണോ കൂടുതൽ, പാനൽ സൈഡാണോ ഇൻവെർട്ടർ സൈഡാണോ കൂടുതൽ, അതിൻ്റെ അപ്രൂവലാണ് KCBന്ന് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂട്ടാം. പക്ഷേ അല്ലാത്ത പക്ഷം നമ്മൾ ഫിക്സ് ആയി പോകും, നമ്മളത് മുൻകൂട്ടി കണ്ടിട്ടില്ലെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ പാനലൊക്കെ സീരീസ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പാനൽ ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇൻവെർട്ടർ എങ്ങനെയായിരിക്കും? അതെ, ഇൻവെർട്ടറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. AC കപ്പാസിറ്റി നമ്മൾ പാനലുകൾ വെച്ചിട്ട് അഡീഷണൽ ഒരു 20% 30% ഒക്കെ നമുക്ക് കൂട്ടാം. അതായത് നമുക്കിപ്പോൾ ഒരു 4 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ ആണെങ്കിൽ ഒരു 5 കിലോ വാട്ടോളം പാനലുകൾ അതിൽ കൊടുക്കാം. ഓവർലോഡിങ് എന്നൊരു കപ്പാസിറ്റി അതിൽ എക്സസ് വരുന്നുണ്ട്. പക്ഷെ അതിലും കൂടുതൽ വെച്ചാൽ നമ്മുടെ സിസ്റ്റം വളരെ പെട്ടെന്ന് ഇലക്ട്രോണിക്സ് എല്ലാം ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസം കൂടുന്നോറും സോളാറിന്റെ കാര്യങ്ങൾ പുതിയ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഭാവിയിൽ സോളാറിന്റെ മാറ്റങ്ങൾ, അജ്മലൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അതെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും പോപ്പുലറായിട്ട് വരുന്ന സിസ്റ്റം എന്ന് പറയുന്ന ഓൺ ഗ്രിഡ് ആണെങ്കിൽ ഭാവിയിലോട്ട് പോകുമ്പോൾ അത് ഹൈബ്രിഡിലോട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതായത് ഓൺ ഗ്രിഡ് ആണ് കൂടുതലായിട്ട് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അതെ, അതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനും കൂടി വരുന്നത്. കാരണം അതിൽ ബാറ്ററി വരുന്നില്ല. അപ്പോൾ ഹൈബ്രിഡ് ആയിട്ട് നമുക്ക് മാറുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം നമ്മൾ KCBയിലോട്ട് എപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാം. അതായത് ഭാവിയിൽ KCB ഇപ്പോൾ നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം ഗ്രോസ് മീറ്ററിങ്ങിലോട്ട് മാറിയാൽ അതിന് ചാൻസ് വളരെ കുറവാണ്. എന്നാൽ പോലും മാറ്റിയാൽ നമുക്ക് നമ്മുടെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആ ഒരു സാഹചര്യത്തിനെയും ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷിയുള്ളതാണ്. ഇപ്പോൾ ഈ നെറ്റ് മീറ്റർ ഗ്രോസ് മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അപ്പം നെറ്റ് മീറ്ററിങ് എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾക്ക് അതേ വാല്യൂ ആണ് തരുന്നത്. ഉദാഹരണത്തിന് 6 രൂപയുടെ താരിഫ് നമ്മൾ അങ്ങോട്ട് പേ ചെയ്യുമ്പോൾ നമുക്ക് ആ ഉപഭോഗത്തിന് വരുന്ന സോളാർ പ്രൊഡക്ഷൻ അതേ 100% വാല്യൂ ആണ് അതിന് കിട്ടുന്നത്. പക്ഷെ അതിന് വരുന്ന എക്സസ് നമുക്ക് 3 രൂപയിൽ മാത്രമാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഗ്രോസ് മീറ്ററിങ് എന്നുള്ളൊരു ആക്ടിവിറ്റി വരുമ്പോൾ നമ്മളുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും 2 രീതിയിലാണ് കണക്ക് കൂട്ടാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ ഗ്രിഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന താരിഫ് ഒന്നായിരിക്കും, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന താരിഫ് വേറെ ആയിരിക്കും, അത് കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് 100% നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്ന റേറ്റിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നതിന് പകരം അത് വളരെ കുറഞ്ഞ റേറ്റിലായിരിക്കും അവർ വാങ്ങുന്നത് മൊത്തത്തിൽ. ഓക്കെ, അതായത് കുറച്ചുകൂടെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചറായിട്ട് കാണുന്നത്. അത് വരാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം അതിനെതിരെ കുറേ പ്രതിഷേധങ്ങൾ ഉയരും. സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നും കോൺട്രാക്ടർമാരുടെ അടുത്തുനിന്നും. ഇത് KSERC എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് ഇതിൽ ഫൈനൽ തീരുമാനം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാവരുടെയും പരാതികളും എല്ലാതും സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അവരൊരു തീരുമാനം എടുക്കൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല, അടുത്ത ഭാവിയിൽ കാണുന്നില്ല. എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഹൈബ്രിഡ് സിസ്റ്റംസ് നമ്മളെ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ഇതായിരിക്കും. നമ്മളിപ്പോൾ കേട്ടത് സോളാറിൻ്റെ ഒരു ഫ്യൂച്ചർ ആയിരിക്കും. എന്നാൽ റാസി എനർജി അസോസിയേറ്റ്സിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് അജ്മൽ കാണുന്നത്? നമ്മൾ ഈ മാർക്കറ്റിൽ നിലനിൽക്കാനും വളരാനും പ്ലാൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ കണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കസ്റ്റമർ റിലേഷൻഷിപ്സും കസ്റ്റമർ എക്സ്പീരിയൻസും എത്രയും നന്നാക്കാം, ടെക്നോളജി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് എത്രയും നന്നാക്കാം, ഹ്യൂമൻ എലമെൻറ്റ് കൊണ്ടുവന്നിട്ട് എത്രയും നന്നാക്കാം, പിന്നെ AI കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെ കൂടുതൽ ഓപ്റ്റിമൈസ് ചെയ്യാം, കസ്റ്റമേഴ്സിന് അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ നന്നാക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പുതിയ പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് വാറണ്ടി ഒരു 10 വർഷം തൊട്ടിട്ട് 15 വർഷം വരെ ചില കമ്പനികൾ കൊടുക്കുന്നുണ്ട്. ഇത് പാനലുകളുടെ കാര്യത്തിൽ. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് മാർക്കറ്റിൽ കണ്ടുവരുന്നത് ഒരു 5 വർഷമാണ് മാനുഫാക്ചറിങ് വാറണ്ടി മാത്രം, പ്രൊഡക്റ്റ് വാറണ്ടി മാത്രമാണ് അവർക്ക് ഉള്ളത്. 5 വർഷം തൊട്ട് ചില ബ്രാൻഡുകൾ ഇപ്പോൾ 10 വർഷം വരെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. 10 വർഷം വരെ ഒക്കെ വാറണ്ടി കിട്ടും. അതെ. എല്ലാവരും സോളാറിലേക്ക് മാറുന്നതും അല്ലെങ്കിൽ സോളാറിനെ കുറിച്ച് പഠിക്കുന്നതുമായ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു എക്സ്പേർട്ടായ അജ്മലിനെ തന്നെ കിട്ടി. റാസി എനർജി അസോസിയേറ്റ്സ് എന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു കമ്പനിയെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബിസ് സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരാളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.